പ്രിയൻ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമോ? മെയ് 26. മെയ് 26 ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. 11 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസമാണ് 60 ആണ്ടുകൾ നീണ്ടുനിന്ന ഇന്ത്യയിലെ കുടുംബാധിപത്യത്തിന് അവസാനം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദി ചുവടുവെച്ചത്. അപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച് ഒരു വലിയ രാഷ്ട്രീയ ദിശാമാറ്റമാണ്. കാരണം അച്ഛൻ, മകൻ, പിന്നെ മകളുടെ മകൻ്റെ മകൻ, ഇങ്ങനെ ഒരു വംശീയ വാഴ്ച ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ തുടർച്ചയെ അവസാനിപ്പിച്ച് ബ്രേക്ക് ചെയ്ത് ഇന്ത്യ യഥാർത്ഥ ജനാധിപത്യത്തിലേക്ക് പോയി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ജനാധിപത്യം എന്ന പേരിൽ ഒരു രാജഭരണം പോലെ ഒരു കുടുംബ വാഴ്ച ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. തർക്കമല്ല. ഇടയ്ക്ക് ഓർമ്മത്തെറ്റ് പോലെ, അക്ഷരത്തെറ്റ് പോലെ മൊറാർജി ദേശായിയും ലാൽ ബഹദൂർ ശാസ്ത്രിയും ചന്ദ്രശേഖറും ദേവഗൗഡയും മൻമോഹൻ സിംഗ് എന്ന് വെച്ചാൽ പാവയായിരുന്നു. ഇങ്ങനെ ചില ആളുകൾ വന്നെങ്കിലും ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം, ജനങ്ങളുടെ ഭാഗധേയം തീരുമാനിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്നതായിരുന്നു ഇന്ത്യയിലെ പരിമിതമായ ജനാധിപത്യം. അതിനെ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. പക്ഷെ അത് അവസാനിച്ചു എന്ന് മാത്രമല്ല, അവസാനിച്ചപ്പോൾ ചിലരൊക്കെ പറഞ്ഞൊരു താൽക്കാലിക പ്രതിഭാസമാണ്. ഈ സർക്കാർ അധികാരം നിൽക്കൊന്നുമില്ല, അത് വീഴും. അത് മാത്രമല്ല, കോൺഗ്രസ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും വലിയ ശക്തി സ്രോതസ്സുകളായിരുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശും ഗുജറാത്തും ബീഹാറും അല്ലെങ്കിൽ മധ്യപ്രദേശും രാജസ്ഥാനും അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വൈപ്പ് ഔട്ട് ചെയ്ത് പോകണം പാർട്ടി. ആകെ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ. പിന്നെ കോൺഗ്രസ് അവശേഷിക്കുന്നത് ഇപ്പോൾ കേരളം പോലെ ഒറ്റപ്പെട്ട ചില തുരുത്തുകൾ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രാദേശിക പാർട്ടിയെ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് പറയും ദേശീയ വീക്ഷണമുള്ള പ്രാദേശിക പാർട്ടികളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറിയതുപോലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ആ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ ആളുകളൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലും കർണാടകയിലും ഹിമാചലിലും ഒക്കെ മാത്രം ഒതുങ്ങുന്ന അല്ലേ ചില പാർട്ടി. കർണാടകയിൽ ശക്തിയാണ്, രാജസ്ഥാനിലും കോൺഗ്രസിന് കുറച്ച് ശക്തിയുണ്ട്, ചില സംസ്ഥാനങ്ങളിലൊക്കെ ശക്തിയുണ്ട്. പക്ഷേ കോൺഗ്രസ് അതിൻ്റെ എല്ലാ പൂർവികമായ കരുത്തും ഗരിമയും ഒക്കെ നഷ്ടപ്പെട്ട് അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വല്ലാതെ ആ പാർട്ടിയെ അവസാനിപ്പിച്ച് ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഈ മെയ് 26 ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളിപ്പോൾ മോദിയെക്കുറിച്ച് അല്ലെങ്കിൽ മോദിയുടെ 11ാം വർഷത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോദിയുടെ 11ാം വർഷത്തിൻ്റെ വാർഷികമല്ല, ആദ്യമായി കോൺഗ്രസ് വാഴ്ചയ്ക്ക് അവസാനം കുറിച്ച് തുടർഭരണം സമ്മാനിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വന്ന അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം എന്ന നിലയിലാണ് മെയ് 26 നമ്മുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ പ്രസക്തമാവുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം പാകിസ്ഥാനുമേൽ നേടിയിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ വരെ തകർക്കപ്പെട്ടു, അല്ലെങ്കിൽ അടുത്തൊരു 1000 വർഷത്തേക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് നമ്മുടെ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പരസ്യമായി പറഞ്ഞ വീഡിയോകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പാകിസ്ഥാനും ഇന്ത്യയും അമേരിക്കയും ഒന്നും അംഗീകരിക്കുന്നില്ലെങ്കിലും അവരുടെ ന്യൂക്ലിയർ ശേഷിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ പ്രഹരം കൊടുത്ത ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു. നമ്മുടെ പഹൽഗാമിൽ അവിടെ തീർത്ഥാടകരായി വന്നിരുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച്, ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കലമ ചൊല്ലാൻ അറിയാത്തവരെ വെടിവെച്ചു കൊന്ന പാകിസ്ഥാൻ ഒരു രാജ്യമാകെ കലമ ചൊല്ലുന്നതാണ് നമ്മൾ കണ്ടത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത്, അല്ലേ? പാകിസ്ഥാൻ നമ്മൾ പല വീഡിയോ ഉണ്ട്, അള്ളാഹു അക്ബർ, അല്ലാ എന്ന് പറഞ്ഞ് പാകിസ്ഥാനികൾ കരയുകയായിരുന്നു. അത്രമാത്രം വ്യാപകമായൊരു ആക്രമണം നടത്തി. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയിലേക്ക് കടന്നു കയറിയാണ്ട് 40,000-നും 60,000-നും ഇടയ്ക്ക് ആളുകളെ പാകിസ്ഥാൻ തീവ്രവാദികൾ കൊന്നിട്ടുണ്ട്. ജയശങ്കർ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞ കണക്കാണ്. എന്നിട്ടും നമ്മൾ തിരിച്ചടിച്ചിട്ടില്ല. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവാൻ നമ്മൾ ആലോചിക്കണം. ഇന്ത്യൻ പാർലമെൻ്റ് എന്ന് പറയുന്ന ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആധാരശിലയാണ്, ശ്രീകോവിലാണ്. ആ പാർലമെൻറ്റിൽ ആക്രമണം നടത്തിയിട്ട് പോലും നമ്മൾ പാകിസ്ഥാനെതിരെ ഞങ്ങൾ തിരിച്ചടിക്കും, മര്യാദ പഠിപ്പിക്കും, പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ഉറിയുടെയും പുൽവാമയുടെയും ഒടുവിൽ പഹൽഗാമിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അതിശക്തമായ തിരിച്ചടി കൊടുത്തത്. മാത്രമല്ല, നമ്മൾ നേരത്തെയൊക്കെ അതിർത്തിയിൽ ഒരു ഷെല്ലിംഗ് ഉണ്ടായാൽ പോലും തിരിച്ചു വെടിവെക്കണമെങ്കിൽ നമ്മുടെ പട്ടാളക്കാർക്ക് ഡൽഹിയിൽ നിന്ന് ഓർഡർ വരണമായിരുന്നു. അത് മോദിയുടെ കാലത്ത് അത് മാറിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന പ്രകോപനങ്ങളെ എങ്ങനെ നേരിടണമെന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞു. പിന്നെ സംഭവിച്ചത് ഒരു പൂ തന്നാൽ ഒരു പൂക്കാലം തിരിച്ചു കൊടുക്കുന്ന ഇന്ത്യൻ പട്ടാളത്തെ നമ്മൾ കണ്ടത്. മാത്രമല്ല, ഇപ്പം തന്നെ നോക്കൂ,
ഇപ്പോൾ തന്നെ സൈന്യത്തിന് പൂർണ്ണ ചുമതല കൊടുത്തിരിക്കുകയാണ്. ഇനി ഏതൊരു ഭീകരാക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടായാലും അത് നമ്മൾ യുദ്ധമായി കണക്കാക്കും എന്ന് പറഞ്ഞ് ഒരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് ഇന്ത്യൻ സേനയ്ക്ക് കൊടുത്തിരിക്കുകയാണ് നരേന്ദ്രമോദി. അപ്പോൾ ഇന്ത്യ വല്ലാതെ മാറി. ഇന്ത്യ ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്ക്, നീതി ആയോഗിൻ്റെ യോഗം കഴിഞ്ഞപ്പോഴത്തേക്ക് നീതി ആയോഗിൻ്റെ യോഗത്തിൽ നീതി ആയോഗിൻ്റെ CEO ആയിട്ടുള്ള BVR സുബ്രഹ്മണ്യം ഒരു കണക്ക്, നമ്മളുണ്ടാക്കിയ കണക്കല്ല, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്ന IMFൻ്റെ കണക്ക് അച്ചടിച്ച് അതിൽ പങ്കെടുത്ത സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് കൈമാറിയിരിക്കുന്നു. അതിൽ പറയുന്നത് ഇന്ത്യ ജപ്പാനെ പിന്തള്ളിക്കൊണ്ട് ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു. അമേരിക്കയും ചൈനയും ജർമ്മനിയും കഴിഞ്ഞാൽ ജപ്പാനായിരുന്നെങ്കിൽ ഇപ്പോൾ 4ാം സ്ഥാനത്ത് ഇന്ത്യ എത്തിയിരിക്കുന്നു. അഭിമാനകരമായ ഒരു നേട്ടം അത് നീതി ആയോഗിൻ്റെ യോഗത്തിൽ പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് വാഴ്ചയ്ക്ക് അല്ലെങ്കിൽ കുടുംബ വാഴ്ചയ്ക്ക് അവസാനം കുറിച്ചതിൻ്റെ 11ാം വാർഷികം കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ 4ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. അത് GDPയുടെ കാര്യത്തിൽ നമ്മുടെ GDP എന്ന് പറയുന്നത് $4.187 ലക്ഷം കോടിയാണ്. കോടി US ഡോളറാണ്. ജപ്പാനുമായി ചെറിയ വ്യത്യാസമുള്ളൂ, ഒരു പോയിൻറ്റിൻ്റെ ഉള്ളൂ. ജപ്പാൻ 4.186 ആയപ്പോൾ നമ്മൾ 4.187 US ഡോളറിൻ്റെ നേട്ടം ഉണ്ടാക്കി, ലക്ഷം കോടി US ഡോളർ. അമേരിക്കയും ചൈനയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പുറകിലാണ്. കാരണം ചൈനയ്ക്ക് 19.23 ലക്ഷം കോടി US ഡോളറിൻ്റെ GDP ഉണ്ട്. അമേരിക്കയ്ക്ക് 30.51 ലക്ഷം കോടിയാണ് അവരുടെ GDP. എന്നാൽ പോലും 5ാം സ്ഥാനത്തുണ്ടായിരുന്ന നമ്മൾ 4ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി മത്സരിക്കേണ്ടത് ജർമ്മനിയോടാണ്. അതിനുശേഷം ചൈനയോട് മത്സരിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ 3ാം സ്ഥാനത്തേക്ക് വരും, 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് പാശ്ചാത്യ സാമ്പത്തിക വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നുമുണ്ട്. ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച 2025-26 ഇന്ത്യ 6.2 ആണ് സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്നാണ് പറയുന്നത്. ആഗോള തരത്തിൽ പ്രധാനപ്പെട്ട മുൻപന്തിയിൽ നിൽക്കുന്ന വികസിത രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച 2.5 ആയിരിക്കുമ്പോഴാണ് ഇന്ത്യ ഈ വർഷം നമ്മൾ കടന്നു പോകുന്ന സാമ്പത്തിക വർഷം 6.2% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ മുമ്പൊക്കെ നമ്മൾ പറയുമായിരുന്നു, നമ്മൾ ഇന്ത്യ ബഹിരാകാശ പദ്ധതികളൊക്കെ നടപ്പാക്കുമ്പോഴൊക്കെ പാശ്ചാത്യ പത്രങ്ങളിലൊക്കെ നമ്മളെ കളിയാക്കി കാർട്ടൂണുകൾ വരുന്നത്, കന്നുകാലിത്തൊഴുത്തൊക്കെ കാണിക്കുന്നത്, അതൊക്കെ മാറിയിട്ട് നമ്മൾ വല്ലാതെ മാറിയിരിക്കുന്നു. ഇപ്പോൾ യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വേൾഡ് വെപ്പൺ മാർക്കറ്റിൽ, ആയുധ മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ള രാജ്യങ്ങളായി റഷ്യയും ഇന്ത്യയും മാറിയിരിക്കുന്നു. റഷ്യയുടെ S-400ഉം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ മാർക്കറ്റ്, ഇന്ത്യ ആയുധം വിൽക്കുന്ന രാജ്യമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ ഹാറോപ്പ് എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ ഒരു കാമിക്കാസെ ഡ്രോണുണ്ട്, ആത്മഹത്യാ ഡ്രോൺ. ആ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് നമ്മൾ പാകിസ്ഥാനെ മുച്ചൂട് മുടിച്ചത്. ഹാറോപ്പ് നമ്മൾ ഇന്ത്യയിലുണ്ടാക്കി, സ്കൈ സ്ട്രൈക്കർ എന്ന പേരിൽ. ഇസ്രയേലിൻ്റെ ടെക്നോളജിയാണ്. ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള കൊളാബറേഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്നൊരു പദ്ധതി ഇപ്പോൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് നില വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഇന്ത്യ തദ്ദേശീയമായി മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് US ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ടിൽ വളരെ വാചാലമായി പറയുന്നുണ്ട്. അപ്പോൾ ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന ആയുധ കമ്പോളത്തിലെ ഭിക്ഷാന്തകിയായിരുന്ന ഇന്ത്യ ഇന്ന് ആയുധം വിൽക്കുന്നവരായി മാറിയിരിക്കുന്നു. ഇസ്രയേൽ ഗാസയിൽ ഉപയോഗിച്ച ആയുധങ്ങളിൽ നല്ല പങ്ക് ഇന്ത്യൻ ആയുധങ്ങളായിരുന്നു എന്ന് ഇസ്രായേൽ അംബാസഡർ ഡൽഹിയിൽ സമ്മതിക്കുന്നു. അതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ആഗോളതലത്തിൽ നമുക്ക് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ എന്ന് പറയാം. ഒരു ഗ്ലോബൽ ജെയിൻ്റ് എന്ന തലത്തിലേക്ക്, അതിൻ്റെ ഷൂവിലേക്ക് നമ്മൾ മാറി നിൽക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിലേക്ക് നോക്കൂ, നമ്മുടെ സാമൂഹികപരമായും ഒക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ്. ഇപ്പോൾ മുത്തലാഖ് നിരോധനം. ഇപ്പോൾ നമ്മൾ ഇന്നലെ സൗദി അറേബ്യയിൽ നിന്നുള്ള വാർത്ത, സൗദിയിലെ പുരുഷന്മാർ അവിടെ നിന്ന് തന്നെ കല്യാണം കഴിക്കണം, പുറത്തുനിന്ന് കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് MBS പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ത്രീകളെ കല്യാണം കഴിച്ചുകൊണ്ട് വരാൻ പാടില്ല. 5 ലക്ഷം പേര് അവിടെയുണ്ട്, അവരെ നാട് കടത്താൻ പോവാം. ഇന്ത്യയിലെ സ്ഥിതിയുണ്ട്. ഇന്ത്യയിൽ മുസ്ലിം പെണ്ണുങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് പാകിസ്ഥാനുള്ള സ്നേഹം കൊണ്ട് മനസ്സിൽ പാകിസ്ഥാനിയായ ഇന്ത്യൻ പുരുഷന്മാർ പാകിസ്ഥാനി പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നു. അവരിവിടെ വരുന്നു, പാകിസ്ഥാനി പൗരന്മാരായ അവരിവിടെ വരുന്നു, ഇവിടെ വിസ എടുത്ത് താമസിക്കുന്നു, അവർക്ക് ഇവിടെ കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ആ കുഞ്ഞുങ്ങൾ ഇന്ത്യൻ പൗരന്മാരായിരുന്നു. അപ്പൻ പാകിസ്ഥാൻ മനസ്സുള്ള ആൾ, അതുകൊണ്ടാണ് പാകിസ്ഥാനി പെണ്ണെ കിട്ടുന്നത്. അപ്പോൾ അമ്മ പാകിസ്ഥാനി, കുട്ടി ഇന്ത്യൻ. അപ്പോൾ ആ കുട്ടി ഇവിടെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും ഇവിടെ തുടരാം.
അങ്ങനെ ഇന്ത്യക്കകത്ത് പാകിസ്ഥാൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറുന്നു. അത്തരക്കാർക്ക് എതിരെ നടപടി എടുക്കണം, പുറത്താക്കണം എന്നൊക്കെ പറയുമ്പോൾ ജനാധിപത്യം, മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങളോടുള്ള വേട്ടയാടൽ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയും ഇടതുപക്ഷവും ബഹളം വെക്കും. സൗദി അറേബ്യ പറയുന്നു ഞങ്ങളുടെ നാട്ടിൽ പറ്റൂല, നീ പാകിസ്ഥാനിയാണോ ബംഗ്ലാദേശാണോ വിട്ടുപൊക്കോ, ഇനി ഒറ്റ എണ്ണം പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കല്യാണം കഴിക്കരുത് എന്ന് മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മുത്തലാഖ് പോലെയുള്ള ഈ വിവേചനം, സ്ത്രീകളെ 3 തവണ വെറുതെ മനസ്സിൽ വിചാരിച്ചാൽ മൊഴി ചൊല്ലാൻ പറ്റുന്ന ആ അവസ്ഥ വൈധവ്യം പോലെ തന്നെയാണ് ഭർത്താവ് ഉപേക്ഷിച്ച് പോയല്ലേ, അത് അവസാനിപ്പിച്ചു. പിന്നെ ആർട്ടിക്കിൾ 370 നമ്മൾ കാശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ കാശ്മീരിൻ്റെ അവസ്ഥ എന്തായിരുന്നു? കാശ്മീർ വേറെ രാജ്യം പോലെയായിരുന്നു. ഇപ്പോൾ ഇതോടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് പഹൽഗാമിലേക്ക് കാശ്മീർ മുഖ്യമന്ത്രി പോകുന്ന ഒരു ചിത്രം കണ്ടായിരുന്നോ? അതായത് അദ്ദേഹം കാറിനുള്ളിലിരുന്നിട്ട് ഒമർ അബ്ദുള്ള തന്നെ എടുത്ത ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് ആവേശം തോന്നും. അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിൻ്റെ മുന്നിൽ ദേശീയ പതാക പറക്കുന്നു. ഇതിനു മുമ്പ് കാശ്മീർ മുഖ്യമന്ത്രിയുടെ കാറിൽ ഇന്ത്യൻ ഫ്ലാഗ് ആയിരുന്നില്ല, കാശ്മീരിൻ്റെ കൊടിയായിരുന്നു. കാശ്മീരിൻ്റെ പ്രത്യേക ഭരണഘടനയായിരുന്നു. കാശ്മീരിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും എവിടെയും സഞ്ചരിക്കാനും ഭൂമി വാങ്ങാനും കച്ചവടം നടത്താനും അവകാശം ഉണ്ടായിരുന്നില്ല. കാശ്മീരിൽ ഭൂമി വാങ്ങാൻ കാശ്മീരികൾക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം കാശ്മീർ നിയമസഭ കൂടെ അംഗീകരിച്ചാൽ മാത്രമേ കാശ്മീരിൽ നിയമം ആകുമായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യക്കകത്ത് വേറൊരു രാജ്യം പോലെ പ്രവർത്തിച്ച കാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി മാറ്റിയതോടെ അവിടുത്തെ എല്ലാം വയലൻസ് നിന്നു. പണ്ടൊക്കെ അത് എല്ലാ ദിവസവും കല്ലേറില്ലായിരുന്നോ? സ്കൂൾ കുട്ടികൾ സ്കൂളിൽ പോവാതെ കോളേജിൽ പോവാതെ പട്ടാളത്തിന് നേരെ കല്ലെറിയാണ്. എന്നിട്ട് ഒരുത്തനെ പിടിച്ച് വണ്ടിയെ കെട്ടിക്കൊണ്ടൊരു മേജർ കൊണ്ടുപോയതൊക്കെ വലിയ വിവാദമായി. എന്നിട്ട് ഇന്ത്യൻ ആർമി പെല്ലറ്റ് ഉപയോഗിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് നേരെ പെല്ലറ്റ് പ്രയോഗിച്ചു എന്ന് പറഞ്ഞ വാർത്ത ഇസ്രയേൽ ഗസയിൽ ഉപയോഗിച്ച ചിത്രം വരെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐക്കാർ ഇവിടെ ഫ്ലക്സ് ബോർഡ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എവിടെ പോയി? അവിടുത്തെ തീവ്രവാദിയൊക്കെ ഇപ്പോൾ ആപ്പിളിന് സ്റ്റിക്കർ ഒട്ടിക്കുക. അങ്ങനെ മാറി. അപ്പോൾ കാശ്മീർ മാറി. കാശ്മീരിലേക്ക് 2.9 മില്യൺ സന്ദർശകരാണ് കഴിഞ്ഞ വർഷം കാശ്മീർ സന്ദർശിച്ചത്. അപ്പോൾ അങ്ങനെ മാറിയപ്പോൾ അവിടെ അതുകൊണ്ടാണ് കാശ്മീർ അങ്ങനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി സ്വാഭാവികമായി ഇഴുകിച്ചേരുന്നത് കണ്ടിട്ടാണ് പാകിസ്ഥാൻ പഹൽഗാം ആക്രമണം നടത്തിയത്. അതിനെയാണ് പാകിസ്ഥാന് വേണ്ടിയിട്ട് വർത്തമാനം പറഞ്ഞ് പാകിസ്ഥാന് ഏറ്റവും വലിയ സിവിലിയൻ അവാർഡ് കിട്ടാൻ, നിഷാൻ ഇ പാകിസ്ഥാൻ കിട്ടാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. പാകിസ്ഥാൻ്റെ പ്രോക്സിയെ പോലെ പ്രവർത്തിക്കുന്നു നമ്മുടെ പ്രതിപക്ഷം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ CIA ബംഗ്ലാദേശിലും അല്ലെങ്കിൽ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾ പീഡനം അനുഭവിച്ച് ജീവന് വേണ്ടി പലായനം ചെയ്തു വരുന്ന ആളുകളെ ഇന്ത്യ സ്വീകരിക്കാൻ തീരുമാനിച്ചു. CIA ഒരുപാട് വ്യവഹാരങ്ങളുമൊക്കെ നടന്നു, വലിയ പ്രക്ഷോഭണം നടന്നു, വിപ്ലവകരമായ മാറ്റം വന്നു. പിന്നെ നമ്മൾ നോക്കണം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം. ഇപ്പം ദേശീയപാത ഇവിടെ പൊട്ടി വീണിട്ടുണ്ട്. എത്ര ആയിരം കിലോമീറ്റർ ദേശീയപാത ഉണ്ടാക്കിയപ്പോഴാണ് കേരളത്തിലൊന്ന് തകർന്നത്. അതുകൊണ്ട് ദേശീയപാത ആകെ മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യയിൽ നമ്മൾ കേരളം വിട്ടങ്ങ് സഞ്ചരിച്ചാൽ നമുക്ക് യാത്ര എത്ര സുഗമമായിരിക്കുന്നു, ഈ റോഡുകൾ എത്ര മാറി, ഇൻഫ്രാസ്ട്രക്ചർ വലുതായിരിക്കുന്നു. അപ്പം ഗംഗാ ഹൈവേയിൽ, എക്സ്പ്രസ് ഹൈവേയിൽ വിമാനം ഇറക്കി. വിമാനം ഇറക്കാൻ പറ്റുന്ന ദേശീയപാതകൾ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട്. അപ്പോഴാണ് കേരളത്തിൽ ദേശീയപാത പൊട്ടിയതുകൊണ്ട് പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞൊരു വലിയ ബഹളം വെക്കുന്നത്. അത് ഇവിടെ നടന്ന പ്രാദേശികമായി നടന്നൊരു വർക്കിൻ്റെ ഒരു പിഴവാണ്. പക്ഷേ എന്നാൽ പോലും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാലത്തിൽ കടലിനടിയിലൂടെ റോഡുകൾ ഉണ്ടാക്കുന്നു, ഹിമാലയത്തിലെ വലിയ ചുരങ്ങൾ തുറന്ന് വലിയ റോഡുകൾ ഉണ്ടാക്കുന്നു. ഗതാഗതത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞ 60 വർഷം ഉണ്ടാവാത്ത വികസനം 10 വർഷം കൊണ്ടുണ്ടായി. ഇത് തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ വളരെ സിമ്പിൾ, നമ്മൾ ട്രെയിനിലൊന്ന് കയറി നോക്കൂ. പുതിയ ട്രെയിനുകൾ വരുന്നു അല്ലേ, കോച്ചുകളൊക്കെ മാറുന്നു, കോച്ചുകളുടെ സൗകര്യം. ഇപ്പോൾ പാസഞ്ചർ ട്രെയിനുകളിൽ പോലും കയറിയാൽ നമുക്ക് ആ ഫീൽ അറിയാം. പാസഞ്ചർ ട്രെയിനുകൾക്ക് കുഷനുള്ള സീറ്റുകൾ വന്നു. പണ്ട് മരപ്പലക അടിച്ച സീറ്റുകളിലായിരുന്നു. അങ്ങനെ അടിസ്ഥാന ബുള്ളറ്റ് ട്രെയിനുകൾ വരുന്നു, നമ്മൾ ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കുന്നു. അതിനൊക്കെ പരീക്ഷണം നടക്കുകയാണ്. ISROയ്ക്ക് ഓരോ വർഷവും 16,000 കോടി 20,000 കോടിയൊക്കെയാണ് ബജറ്റ് അനുവദിക്കുന്നത്. അതിൻ്റെ ഗുണം ഇപ്പോൾ കാണുന്നുണ്ട്. കാലാവസ്ഥാ പ്രവചന രംഗത്ത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിനെ നയിച്ചത് ISROയുടെ ISRO വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ കൂടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വലിയ തോതിൽ മാറ്റമുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ ട്രെയിൻ യാത്ര, ട്രെയിനുകളിൽ പോയ ഏറ്റവും വലിയ ദുരിതം ട്രെയിനുകളിലെ ടോയ്ലറ്റുകളായിരുന്നു. ടോയ്ലറ്റിറക്കി നടക്കാൻ വയ്യായിരുന്നു. ഏതാണ്ട് ഒരു 10 ലക്ഷം ടണ്ണോ മറ്റോ ആണത്രേ ഇന്ത്യൻ റെയിൽവേ മനുഷ്യ വിസർജ്യം പുറത്തേക്ക് വിട്ടിരുന്നത്. ഒന്ന് ആലോചിച്ചു, ലോകത്തിലെ ഏറ്റവും അപരിഷ്കൃതമായ ജനങ്ങൾ ചെയ്യുന്നത് പോലെയാണ് റെയിൽവേ ട്രാക്കുകളും റെയിൽവേ സ്റ്റേഷനുകളിൽ നാറിയിട്ട് നിൽക്കാമായിരുന്നു. അതുപോലും നമ്മുടെ ആളുകൾ ചിന്തിച്ചിട്ടില്ല. പിന്നെ സ്വച്ഛ ഭാരത്, സ്ത്രീകൾക്ക് ശൗചാലയങ്ങൾ കൊടുക്കുന്ന പദ്ധതി സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്തി. അവർക്ക് അടുപ്പിൽ ഊതി പുകയോടും തീയോടും മത്സരിച്ച് കരിഞ്ഞു പോകുന്ന
സ്ത്രീകൾക്ക് ഉജ്ജൽ യോജന വഴി ഗ്യാസ് കൊടുത്തു. അങ്ങനെ ആയുഷ്മാൻ ഭാരത് പോലെയുള്ള ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ജൽജീവൻ മിഷൻ, കുടിവെള്ളം കൊടുക്കുന്നു, വൈദ്യുതി കൊടുക്കുന്നു. അങ്ങനെ 60 വർഷത്തിനു മുമ്പ് രാജ്യത്ത് 60 വർഷം കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ 10 വർഷം കൊണ്ട് സാധ്യതമാക്കാൻ കഴിഞ്ഞത് കുടുംബാധിപത്യം അവസാനിപ്പിച്ചതുകൊണ്ടാണ്. ഇനി ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. 11ാമത്തെ വർഷമാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഒരു 10 രൂപയുടെ അഴിമതി ആരോപണം. 11 വർഷം തുടർച്ചയായി ഈ സർക്കാർ ഭരിക്കുകയാണ്. ഇപ്പം നാഷണൽ ഹൈവേ അല്ലേ, ഏറ്റവും വേഗത്തിൽ ഇന്ത്യയിലെ 2 പേര് ഇങ്ങനെ ഉറങ്ങുന്നതും ഉണരുന്നതും, ഒരാൾ റോഡുണ്ടാക്കാനും ഒരാൾ റെയിൽവേ വികസനത്തിനും വേണ്ടിയാണ്. അശ്വിനി വൈഷ്ണവും നിതിൻ ഗഡ്കരിയും. നിതിൻ ഗഡ്കരി എത്ര ലക്ഷം കോടി രൂപയുടെ ഹൈവേകളാണ് നിർമ്മിക്കുന്നത്. എന്നാൽ ഈ ഹൈവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി ആരോപണം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. റെയിൽവേ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അങ്ങനെ നോക്കുമ്പോൾ വല്ലാതെ ഈ രാജ്യത്തിനെ നഷ്ടപ്പെട്ടു പോയ 60 വർഷങ്ങളുടെ ഒരു വീണ്ടെടുപ്പ് 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി നടത്തിയെന്ന് കാണാം. തീർച്ചയായും. അപ്പോൾ ഞാൻ നോക്കുന്നത് കമ്പാരിറ്റീവ്ലി വളരെ യങ് ആയിട്ടുള്ള ഒരു ജനറേഷൻ്റെ പ്രതിനിധിയാണ് പ്രിയൻ എങ്ങനെയാണ് ഈ മോദി സർക്കാരിനെ കാണുന്നത്? അതായത് ഇന്ന് ഇന്ത്യ എടുത്തു നോക്കുമ്പോഴത്തേക്കും ഓരോ തലത്തിലും ഇന്ത്യക്ക് ഒരു വിലയുണ്ട് എന്നുള്ളതാണ്. അതായത് വിദേശത്തേക്ക് പോകുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര്, യുവാക്കൾ ഇന്ന് അധികവും വിദേശത്താണല്ലോ പോകുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട് വിദേശത്ത് പോകുമ്പോഴത്തേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കാണിക്കുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. പണ്ട് ഈ പറയുന്ന സുഹൃത്തുക്കളുടെ അച്ഛനൊക്കെ വിദേശത്ത് പോയിരുന്നപ്പോൾ ഒരു വിലയും ഇല്ലായിരുന്നു. ഇന്ത്യയാണോ മാറി നിൽക്കാൻ പറയുമായിരുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യക്കാരന് വലിയ വില ആ പാസ്പോർട്ടിന് കിട്ടി എന്നുള്ളതാണ്. ഞാനത് വലിയൊരു അംഗീകാരത്തോട് കാണുന്നത്. കാരണം നമുക്ക് കിട്ടുന്ന അംഗീകാരം ഈ പറയുന്ന ഒരു സർക്കാർ ഉണ്ടാക്കി തന്നതാണ്. ഇന്ത്യക്കാരൻ്റെ ജീവൻ എവിടെ ആപത്തുണ്ടായാലും അവിടെ ആ നിമിഷം പറഞ്ഞെത്താൻ കഴിയുന്ന ഒരു സേന ഉണ്ടാക്കി. അതെ, നമ്മൾ ഉക്രൈനിലെ കാര്യമൊക്കെ കണ്ടാണ് അല്ലേ. ഉക്രൈനിൽ യുദ്ധം നിർത്തിച്ച് ആ സുരക്ഷിത ഇടനാഴിയിലൂടെ നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും. കൂടത്തിൽ പാകിസ്ഥാൻകാർ കയറിപ്പോകുന്നു. അത് ഇന്ത്യയുടെ ഫ്ലാഗും പിടിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു വലിയ വില ഉണ്ടാക്കി കൊടുത്തു ഇന്ത്യക്കാർക്ക് എന്നുള്ളതാണ്. കാരണം ഈ തേർഡ് വേൾഡിലായിരുന്ന ഇന്ത്യക്കാരെ ഇന്ന് 1ാം ലോകത്തേക്ക്, അതായത് ലോകത്തിൻ്റെ പ്രമുഖ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സർക്കാരിൻ്റെ ഒരു വലിയ വിജയമാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നം കണ്ട് മാത്രം നടന്നിരുന്ന യുവാക്കൾക്ക് നിങ്ങൾ ജോലി ചെയ്യേണ്ട, നിങ്ങൾ ആൾക്കാർക്ക് ജോലി നൽകൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതായത് മേക്ക് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ചെറിയ സ്റ്റാർട്ടപ്പുകൾ എത്ര സ്റ്റാർട്ടപ്പുകളാണ് 10 കൊല്ലം കൊണ്ട് തുടങ്ങി ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പുകളിലേക്ക് ഇന്ത്യ മാറി. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പ്ലാൻ ഉണ്ടോ, പിന്നെ ഗ്രീൻ ചാനലാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഏറ്റവും നല്ലൊരു പ്രോജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ട, ഒരിടത്തും കൈക്കൂലി കൊടുക്കണ്ട, ഒരു ഓഫീസറുടെ മുമ്പിൽ പോയി ക്യൂ നിൽക്കണ്ട. ആ ഒരു അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ത്രൂ ഔട്ട് ആ പ്രോജക്റ്റ് ഓണായി വർക്കായി ഫസ്റ്റ് റിസൾട്ട് വരുന്നത് വരെ ഗ്രീൻ ചാനലാണ്. അങ്ങനെ ഒരു സംവിധാനം വേറെ എവിടെയുമില്ല. ഏറ്റവും വേഗത്തിൽ തുറമുഖങ്ങൾ നിർമ്മിക്കുന്നു. ഇന്ത്യയുടെ അഭിമാനമാകുന്ന വിമാനവാഹിനി കപ്പലുകൾ വരുന്നു. ഈ പറയുന്ന ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന മിസൈൽ സിസ്റ്റം, പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാത്തിലും ഇന്ത്യ ഒന്നാമതാകുന്നു. അത് വളരെ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. അല്ല, നമ്മൾ ഈ ചൈനയുടെ വലിയ പദ്ധതിയായിട്ട് ഡീപ് സീക്ക് വന്നല്ലോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ചൈനയുടെ വലിയ കുതിച്ചുകയറ്റം വന്നപ്പോൾ, ആ പ്രഖ്യാപനം വന്നപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി പറഞ്ഞ എന്താണ്, അതിലൊന്നും വലിയ കാര്യമില്ല, അതിനേക്കാൾ വലിയ സാധനം ഇന്ത്യയുടെ റെഡിയാവണം, ഒക്ടോബറിൽ വരുമെന്ന്. അതെ, ആ ഒരു രീതിയിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരമില്ല. സാർ ആദ്യം പറഞ്ഞതുപോലെ ഭീകരാക്രമണം ഉണ്ടാകുമ്പോഴത്തേക്കും മൗനി ബാബയായിട്ടുണ്ടായിരുന്ന അന്നത്തെ പ്രധാനമന്ത്രി വന്ന് നിന്ന് ക്യാൻഡിൽ ലൈറ്റ് കത്തിച്ചിട്ട് പോവുക മാത്രമാണ് ചെയ്യുന്നത്. അന്ന് പീസ് ടോക്സ് ആണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതിലിങ്ങനെ പീസ് ടോക്സ് ആണ്. ഈ കാലഘട്ടം കഴിഞ്ഞതോടുകൂടി ഒരു പീസ് ടോക്കും ഇല്ല, റിട്ടാലിയേറ്റ് ചെയ്യാൻ അതെ, അത് ആ ഒരു രീതിയിലേക്ക് പാകിസ്ഥാൻ മനസ്സിലാകുന്ന ഭാഷയിൽ മറുപടി കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ മാറി എന്നുള്ളതാണ്. എനിക്ക് അതുകൊണ്ട് നരേന്ദ്രമോദിയോട് വലിയ വീരാരാധനയുള്ള ആളാണ് ഞാൻ. വലിയ ആരാധനയാണ് എനിക്ക്. നരേന്ദ്രമോദിയിലൂടെയാണ് ശരിക്കും ഞാൻ ഭാരതത്തെ സ്നേഹിക്കാൻ തുടങ്ങി. അതുവരെ ഈ പറയുന്ന ഈ ചില രാഷ്ട്രീയങ്ങളൊക്കെ കുത്തിവെക്കപ്പെട്ട് നമ്മൾ ഒന്നുമല്ലാത്ത രീതിയിൽ നമ്മുടെ രാജ്യത്തെ കണ്ടിരുന്ന ഇന്ന് സ്വയം അഭിമാനിക്കാൻ, സ്വയം സ്നേഹിച്ചാലേ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന പോലെ ഇന്ന് ഞാൻ എൻ്റെ ഭാരതത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്കിന്ന് ലോകത്തെ മൊത്തം സ്നേഹിക്കാൻ കഴിയും. അല്ല ലോകത്തെ മൊത്തം സ്നേഹിച്ചിട്ട് എൻ്റെ ഭാരതത്തെ സ്നേഹിക്കാൻ കഴിയുമെന്ന് പറയുന്ന വിഡ്ഢി പ്രമാണത്തിൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, എനിക്കിത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ഞാനൊക്കെ നിങ്ങളുടെ മുകളിലുള്ള ജനറേഷൻ്റെ ഭാഗമാണ്. നിങ്ങളാണിപ്പോൾ ഏറ്റവും ക്രിയാത്മകമായി ചിന്തിക്കുകയും സക്രിയമായി ഇടപെടുകയും ചെയ്യുന്നവർ.
നമ്മളൊക്കെ ഒരു അടുത്ത ഒരു ഈ പറഞ്ഞ പോലെ തന്തവൈബിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ജനറേഷൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ മോദിയോട് എനിക്കൊരു ആരാധനയുണ്ടെന്നും മോദി വന്നതിന് ശേഷമുള്ള നിലപാടുകളുടെ ഫലമായിട്ടാണ് ഞാൻ ഭാരതത്തെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ അഭിമാനമാണ്. സത്യത്തിൽ ഗൂസ് ബംസ് വരുന്ന കാര്യമാണ്, രോമാഞ്ചം ഉണ്ടാവും. കാരണം ചെറുപ്പക്കാർ എങ്ങനെ ചിന്തിക്കുന്നു, കാരണം യൂത്ത് ആണ് നാളത്തെ ഭാരതത്തിൻ്റെ ശിലകളാണ് ചെറുപ്പക്കാർ. അവരെങ്ങനെ കാണുന്നു എന്നുള്ള ഒരു നിലപാടാണ്, അഭിപ്രായമാണ് പ്രിയൻ്റെ വാക്കുകളിൽ ഞാൻ കേട്ടത്. ഇത് കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ യുവാക്കളുടെ പ്രതിനിധിയെ മുന്നിലിരുത്തിക്കൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രിയൻ്റെ വാക്കുകൾ ഇവിടുത്തെ ഈ രാജ്യത്തെ കോടാനുകോടി വരുന്ന ചെറുപ്പക്കാരുടെ വാക്കുകളാണ്, അവരുടെ പ്രതീക്ഷയാണ്. മോദി ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് ആണ്. തീർച്ചയായും ഒരു തർക്കവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.